ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. തൃശൂർ വില്ലടം സ്വദേശി കുട്ടമണിയാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5372 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ കുട്ടമണി ചെയർമാൻ കുട്ടമണി സാർ വിളിക്കുന്നത്, അതായത് ഞങ്ങളൊരു 8 ആളുണ്ട്. ആ 8 ഗ്രൂപ്പിൽ 9ാമത്തെ ആളായിട്ട് തന്നെ ഏഡ് ചെയ്യാം, ഈ ഒരു ചട്ടിക്ക് 3 റുപ്യ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് സാറ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ, അങ്ങനെ വെച്ചാൽ ഞാൻ ഒരു ബുധനാഴ്ച ആകുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ടെൻഡർ വെച്ചത് 95 രൂപയ്ക്കാണ്. അതിൽ 3 രൂപ കമ്മീഷൻ ആയിട്ട് കൊടുക്കണം. ഇത് കുറേ ടീം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി അടുത്ത ടെൻഡർ എനിക്ക് വേണമെങ്കിൽ നീ 3 രൂപ തരണം. ആദ്യം എന്നോട് പറഞ്ഞ് 25,000 പറഞ്ഞത്, പിന്നെ 20,000 പറഞ്ഞു. പിന്നെ വിജിലൻസ് ഓഫീസ് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ബാർഗിൻ ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെയാണ് 10 റുപ്യായിട്ട് വന്നത്. ബാക്കി പിന്നെ തന്നാൽ മതി പറഞ്ഞത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് ഇത് പുറത്തറിഞ്ഞത്? ഇയാൾ വലയിലായത് എങ്ങനെയാണ്? വിശദാംശങ്ങൾ എങ്ങനെയാണ് അമൽ സുരേന്ദ്രൻ? റിജിത്ത്, ഇന്ന് ഉച്ചയോടു കൂടിയാണ് കുട്ടമണി KN വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ചിറ്റശ്ശേരി സ്വദേശിയായിട്ടുള്ള കണിമൺ നിർമ്മാണ യൂണിറ്റിന്റെ ഉടമയായ വൈശാഖൻ അടക്കമുള്ള ആളുകളുടെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കുട്ടമണിക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടമണി കളിമൺ പാത്ര നിർമ്മാണ വിതരണ വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ്. ഇദ്ദേഹം CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ CPIMന്റെ പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പലരും പരാതിയുമായി എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിനോടകം പല വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇങ്ങനെയൊരു അറസ്റ്റിലേക്ക് വിജിലൻസ് നീങ്ങാനുണ്ടായ സാഹചര്യം, ഈ വൈശാഖനായിരുന്നു മലപ്പുറം റീജിയന്റെ ടെൻഡർ ലഭിച്ചിരുന്നത്. അതായത് ഈ വില്ലേജ് ഓഫീസുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് ഈ ചെടിച്ചട്ടികൾ വിതരണം ചെയ്യുന്നതിന്റെ ടെൻഡർ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ പല ഇടങ്ങളിലും ഈ ടെൻഡർ പ്രകാരം ചെടിച്ചട്ടികൾ ഇറക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാതിരിക്കുകയും ടെൻഡർ ലഭിക്കാത്തവർക്ക് ഈ ചെടിച്ചട്ടികൾ ഇറക്കാനുള്ള ഒരു അനുമതി ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇദ്ദേഹം അത് ചോദ്യം ചെയ്യുകയും പ്രശ്നമാക്കുമെന്ന് പറയുകയും ചെയ്തതിന്റെ സാഹചര്യത്തിലാണ് വളാഞ്ചേരി കൃഷിഭവന്റെ കീഴിൽ 5372 ചെടിച്ചട്ടികൾ ഇറക്കുവാനുള്ള ഒരു അനുമതി ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. 95 രൂപ ഒരു ചെടിച്ചട്ടിക്ക് വെച്ചായിരുന്നു ഈ ഒരു ടെൻഡർ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ ടെൻഡർ ലഭിച്ചതിനെ തുടർന്ന് ഈ കോർപ്പറേഷൻ ചെയർമാനായിട്ടുള്ള കുട്ടമണി KN ഇദ്ദേഹത്തെ വിളിക്കുകയും ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വെച്ച് താങ്കൾ എനിക്ക് കമ്മീഷൻ തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കമ്മീഷന് വേണ്ടി നിരന്തരം വിളിക്കുകയും ചെയ്തു എന്നാണ് വൈശാഖന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്നത്. ഇതേ തുടർന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി വൈശാഖൻ സംസാരിക്കുന്നതും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പണം കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ഇന്ന് 11 മണിക്ക് ശേഷം തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ എത്തി പണം നൽകുകയുമായിരുന്നു. അതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും തൊണ്ടി സഹിതം കുട്ടമണിയെ പിടിയിലാക്കുകയും ചെയ്തത്. ഇദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുവാനുള്ള നടപടിക്രമങ്ങളുമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. TK. ശരി, അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.